ചരിത്രപ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരം തിങ്കളാഴ്ച ആഘോഷിക്കും. പൂരത്തിനുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പൂർത്തിയായതായി ഭരണസമിതി പ്രസിഡന്റ് കെ.ബി. സുദീപ്, സെക്രട്ടറി സഞ്ജയ് രാധാകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. പൂരത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഭഗവതി ക്ഷേത്രത്തിൽ വലിയ കുതിരവേല ആഘോഷിച്ചു. ഭഗവതിയുടെ പരപ്പുറപ്പാണ്ടി സങ്കല്പത്തിലാണ് വലിയ കുതിരവേല ആഘോഷിച്ചത്. കുതിരവേല ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ കുതിര നിർമ്മാണം തുടങ്ങി. വൈക്കോലും കയറും കൊണ്ടുണ്ടാക്കിയ കുതിരയെ അലങ്കരിച്ച് അമ്പലനടയിൽ എഴുന്നള്ളിപ്പ് വെച്ചു. ആറാട്ടിന് ശേഷം എഴുന്നള്ളിയ ഭഗവതിയെ വലിയ ഒറ്റക്കുതിരയുമായി സ്വീകരിച്ചു. കാളിദാരക യുദ്ധവും പ്രതീകാത്മക ദാരികവധവും അരങ്ങേറുന്ന കാട്ടകമ്പാൽ പൂരം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ആഘോഷിക്കും. ക്ഷേത്രത്തിൽ കാളിക്കും ദാരികനും തേര് നിർമ്മാണം തുടങ്ങി. കാളിക്ക് വേണ്ടി നടുവിൽപ്പാട്ട് കേശവനും ദാരികന് വേണ്ടി പടിഞ്ഞാറേപ്പാട്ട് ബാലനുമാണ് തേര് നിർമ്മിക്കുന്നത്. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷ പൂജകൾക്ക് ശേഷം വലിയമ്പലത്തിലേക്ക് എഴുന്നള്ളിപ്പ് വയ്ക്കും. യുദ്ധത്തിന് തടസ്സം നേരിടാതിരിക്കാൻ ഗണപതിക്കിടൽ ചടങ്ങ് നടത്തും. 1 മണി മുതൽ 3:30 വരെ ആൽത്തറ കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ആൽത്തറ മേളം അരങ്ങേറും. പഞ്ചവായത്തിന് കലാമണ്ഡലം കുട്ടിനാരായണൻ പ്രമാണം വഹിക്കും. ഉച്ചയോടെ തട്ടകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആനയും വാദ്യമേളങ്ങളുമായി എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. വൈകിട്ട് പ്രാദേശിക പൂരങ്ങൾ 3:30 മുതൽ ക്ഷേത്ര പ്രദർശനം നടത്തും. 5:30 നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 40ഓളം ആനകൾ അണിനിരക്കും. പാണ്ടിമേളം തുടങ്ങുന്നതിനിടെ കാളിദാരിക ക്ഷേത്രത്തിലെത്തും. തേരിലേറി ക്ഷേത്രത്തിലേക്ക് പട നയിക്കുന്ന കാളിയും ദാരികനും മതിലകത്ത് വാക്പോര് നടത്തും. പേടിച്ചോടുന്ന ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തോടെ പകൽപൂരം സമാപിക്കും. ചൊവ്വ പുലർച്ചെ പാലക്കൽ കാവിലെത്തുന്ന ഭഗവതിയെ കാളിയും ദാരികനും പറവച്ച് സ്വീകരിക്കും. തുടർന്ന് ക്ഷേത്രത്തിലെത്തി മതിലകത്തേക്ക് നീങ്ങുന്ന കാളിയും ദാരികനും വാക്പോര് പിന്നെയും തുടങ്ങും. പേടിച്ചോടുന്ന ദാരികനെ കണ്ടെത്തി വധിക്കുന്നത് സമാനമായി ദാരിക കിരീടവുമായി കാളി ആൽത്തറയിലേക്ക് മടങ്ങുന്നതോടെ സമാപനം.